എൻ ഷംസീറിന്റെ തിരക്കഥയിൽ ഗൺമാന്റെ സംവിധാനത്തിൽ മന്ത്രി നിറഞ്ഞാടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായി, പൊട്ടിപ്പാളീസായ ഒരു സിനിമയായി ഈ ഒരു തിരക്കഥകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കണ്ണൂർ ജില്ലക്കകത്തേക്ക് മന്ത്രി കടന്നു വന്ന മുതൽ ഈ ജില്ലക്ക് ഉടനീളം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം മന്ത്രി ജില്ലയിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്താണ് നമ്മൾ KSUവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി വ്യക്തമായും എല്ലാ ആളുകളും കണ്ടതാണ്. കരിങ്കൊടി ഉപയോഗിച്ചുള്ള ഒരു പ്രതിഷേധമാണ്. പക്ഷേ ആ ഒരു സമയത്ത് കരിങ്കൊടി പ്രതിഷേധത്തെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് മന്ത്രിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഞങ്ങളെ ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മുന്നേ ഷുക്കൂറിനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് P. ജയരാജനെ ഇതുപോലെ തന്നെ തടഞ്ഞു വെച്ചു എന്ന വ്യാജ പ്രചരണം അഴിച്ചു വിട്ടുകൊണ്ട് ജില്ലക്കകത്തും അതുപോലെ തന്നെ കേരളത്തിനകത്തും വലിയ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള CPIM പാർട്ടി ഇന്ന് മന്ത്രിയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിച്ച് കേരളത്തിനകത്തുള്ള കണ്ണൂർ ജില്ലക്കകത്തുള്ള കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകൾ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പതാകകൾ, KSUവിനെ ഒക്കെ തന്നെ താറടിച്ചു കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ജാമ്യത്തിൻ്റെ റിപ്പോർട്ടിനകത്തടക്കം വ്യക്തമാണ്. ഇവിടുത്തെ SI ഉൾപ്പെടെയുള്ള ആളുകൾ മാരകായുധങ്ങൾ ഉപയോഗിക്കാത്ത രീതിയിലാണ് ഇവർ കരിങ്കൊടി പ്രതിഷേധവുമായിട്ടാണ് കടന്നു വന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്ന സാഹചര്യമുണ്ടായി. നിങ്ങൾക്കറിയാം, ഈ റംസാൻ മാസക്കാലത്ത് മുബാസും അതുപോലെ തന്നെ യാസീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ ജയിലിനടയിൽ നിന്നും പെരുന്നാളിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാം. നമുക്കറിയാം, ഇതൊരു ഭരണകൂട വേട്ടയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരുടെ ഭീകരതയാണ്. കേന്ദ്രത്തിനകത്ത് പ്രതിഷേധങ്ങളെ നരേന്ദ്രമോദി എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, അതുപോലെ കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാർ ഇവരെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ സാധിക്കില്ല. അവർ തീവ്ര വലതുപക്ഷമായി മാറിക്കൊണ്ട് നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എൻ ഷംസീറിന്റെ തിരക്കഥയിൽ ഗൺമാന്റെ സംവിധാനത്തിൽ മന്ത്രി നിറഞ്ഞാടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായി, പൊട്ടിപ്പാളീസായ ഒരു സിനിമയായി ഈ ഒരു തിരക്കഥകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്കറിയാം, കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ, പ്രതിഷേധം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ, ഞങ്ങൾ ഈ ഭരണവർഗത്തിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ഈ നിലയിൽ വേട്ടയാടുന്ന സർക്കാരിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ജയിലറ ഞങ്ങളേറെ കണ്ടവരാണ്. കണ്ണൂരിലെ KSU ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളുമായി, പ്രതിഷേധങ്ങളുമായി ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ട സ്ഥിതിക്ക് ഇനിയുള്ള പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ സജീവമായി നമ്മൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.